പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ വയറ് മാത്രം കീറി വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല എന്ന് മാത്രമുള്ള റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ തലയോട്ടി വെട്ടിപ്പൊളത് ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ തലയോട്ടിയിൽ നിന്ന് രക്തം വരുന്നു. ഈ തലയോട്ടിയിൽ നിന്ന് ആ ദ്വാരത്തിലൂടെ ബ്ലഡും വെള്ളവും കൂടെ വന്നുകൊണ്ടിരുന്നത് അവർ തുണി കൊണ്ട് അടച്ചതിന് ശേഷമാണ് തുണി തിരുകി അടച്ചതിന് ശേഷമാണ് ആ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുന്നത്. ശാശ്വതികാനന്ദ സ്വാമിയെ തലയ്ക്ക് വെടിയുതിർത്ത് കൊല്ലുകയായിരുന്നു എന്നും തലയോട്ടി തുളച്ച് ബുള്ളറ്റ് കയറിയ മുറിവ് നേരിൽ കണ്ട ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ കർമാന്യൂസ് ജൂലൈ 4-നാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ ശാശ്വതികാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ വെടിയേറ്റ തലഭാഗം പരിശോധിച്ചില്ല എന്ന വസ്തുതകൾ വിവരിച്ച് നാരായണ വേൾഡ് കൗൺസിൽ ചെയർമാൻ എസ് സുവർണകുമാർ. വെടിയേറ്റാണ് സ്വാമി മരിച്ചത് എന്ന വെളിപ്പെടുത്തൽ നടത്തിയതും ഇതേ സുവർണകുമാർ ആയിരുന്നു. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ചത് പ്രകാരം പ്രിയൻ എന്ന പേരായ ആളാണ് കൊല നടത്തിയത് എന്നും മുൻപ് ബിജു രമേശൻ പറഞ്ഞിട്ടുണ്ട്. വെടിയേറ്റാണ് സ്വാമി മരിക്കുന്നത് എന്ന വെളിപ്പെടുത്തൽ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത വീണ്ടും ചർച്ചയായി. 2002 ജൂലൈ 1 തിരുവനന്തപുരത്ത് നിന്ന് ആലുവ അദ്വൈത ആശ്രമത്തിൽ ശിവഗിരിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന സ്വാമി ശാശ്വതികാനന്ദ പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. പിന്നീട് വെള്ളത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ വയറിനുള്ളിൽ പുഴവെള്ളം തുള്ളി പോലും പോയിട്ടില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു. അതിനാൽ തന്നെ എങ്ങനെയാണ് ശാശ്വതികാനന്ദയുടെ മരണമെന്ന് ഇനിയും തെളിയാത്ത നിഗൂഢതയായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നോവായിട്ട് കിടക്കുകയാണ്. ഇതിന്റെ സത്യം എന്തെങ്കിലും അറിയണം, അതിന് കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷപ്പെടിക്കണം എന്നൊക്കെയുള്ള ഒരു ആത്മാർത്ഥമായ ഒരു മനസ്സ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ തലയിലെ ഓട്ടിൽ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങ് കണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ വയറ് മാത്രം കീറി വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല എന്ന് മാത്രമുള്ള റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ തലയോട്ടി വെട്ടിപ്പൊളത് ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ തലയോട്ടിയിൽ നിന്ന് രക്തം വരുന്നു. ഈ തലയോട്ടിയിൽ നിന്ന് ആ ദ്വാരത്തിലൂടെ ബ്ലഡും വെള്ളവും കൂടെ വന്നുകൊണ്ടിരുന്നത് അവർ തുണി കൊണ്ട് അടച്ചതിന് ശേഷമാണ് തുണി തിരുകി അടച്ചതിന് ശേഷമാണ് ആ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ വയറ് മാത്രമേ കീറിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അന്ന് അവിടെ അറിഞ്ഞത്. പിന്നീട് അത് തലയൊട്ടി വെട്ടിപ്പൊളിച്ചു എന്നൊക്കെ SNDPO പ്രസിഡന്റ് എന്നോട് പറഞ്ഞെങ്കിലും അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിയായൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല. ആരായിരുന്നു അന്ന് ആ ഒരു കാര്യം വെച്ചാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ മരണകാരണം പൂർണ്ണമായിട്ടും ഒരു ഡോക്ടർ കണ്ടെത്തി നമുക്ക് അറിയിപ്പിക്കേണ്ടതല്ലേ? അന്ന് അത്തരം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ ആരായിരിക്കും എന്നുള്ള വല്ല അറിവോ അങ്ങേക്കറിയാം? അത് അവിടെ ഒരു വനിതാ ഡോക്ടർ, ഒരു വളരെ ചെറുപ്പക്കാരിയായ ഒരു വനിതാ ഡോക്ടറാണ് അത് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് അവിടുത്തെ SNDP യൂണിയൻ്റെ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഇന്നത്തെ യോഗം പ്രസിഡന്റ് ഒരു ബന്ധുവായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. ഒരു യുവതിയായ ഒരു ഡോക്ടറായിരുന്നു അത് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്.